ഇന്ന് ഡിസംബർ 6. ഏവർക്കും VPK ലേണിംഗ്സിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ നോക്കാം. ഡിസംബർ 6 ഡോക്ടർ BR അംബേദ്കർ ചരമവാർഷികം അഥവാ മഹാപരിനിർവാൺ ദിനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോ നിരക്ക് 5.25%. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ PR ശ്രീജേഷ്. ഫ്രഞ്ച് സർക്കാരിന്റെ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ജേതാവ് രവി ഡിസി. കലാ സാഹിത്യ മേഖലയിലെ സംഭാവനകളെ ആദരിക്കാൻ ഫ്രഞ്ച് സർക്കാർ 1957 ആരംഭിച്ചതാണ് ഈ പുരസ്കാരം. ഫിലിപ്പ് ഷാരിയോൾ മോട്ടോർസ്പോർട്സ് ഗ്രൂപ്പ് നൽകുന്ന ജെന്റിൽമാൻ ഡ്രൈവർ ഓഫ് ദി ഇയർ 2025 പുരസ്കാരത്തിനർഹനായ തമിഴ് നടൻ അജിത്. പാകിസ്ഥാന്റെ ആദ്യ പ്രതിരോധ സേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ. 2025 ഡിസംബറിൽ ഭൗമസൂചികാ പദവി ലഭിച്ച തമിഴ്നാട്ടിൽ ഉൽപ്പന്നങ്ങൾ: നാമക്കൽ കൽച്ചട്ടികൾ, തുയമല്ലി അരി, ഉറയൂർ കോട്ടൺ സാരി, അംബാസമുദ്രം ചോപ്പ് സമൻ, വുഡൻ ടോയ്സ്, കവിന്തപ്പാടി നാട്ടുശർക്കര. പുതിയതായി കണ്ടെത്തിയ ആകാശഗംഗയ്ക്ക് സമാനമായ സർപ്പിളാകൃതിയിലുള്ള താരാപഥത്തിന്റെ പേര് അളകനന്ദ, ഹിമാലയൻ നദി. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്ത് വരുമാനം നേടാൻ സഹായിക്കുന്ന ഏൺ വൈൽ യു ലേൺ പദ്ധതി തുടങ്ങിയ സർവകലാശാല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാസർഗോഡ്. 2025 ഡിസംബറിൽ അന്തരിച്ചു മിസോറാം മുൻ ഗവർണർ സ്വരാജ് കൗശൽ. 2020 ക്രിക്കറ്റിൽ 600 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ താരമായ വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ സുനിൽ നരൈൻ. ഫിഡെ റേറ്റിംഗ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരമെന്ന നേട്ടത്തിനർഹനായ മധ്യപ്രദേശ് സ്വദേശി സർവാഗത് സിംഗ്. ഇനി ഇന്നലത്തെ ആനുകാലികത്തിൽ നിന്നുള്ള ചോദ്യം: പരമ്പരാഗത പോത്തുപോരിനെ മൃഗപീഡന നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാനമേത്? ഉത്തരം കമന്റ് ചെയ്യൂ. ഇന്നലത്തെ വിജയികൾ ആരാധ്യ, അനീഷ, അശ്വതി, റസിയ, സുനിത PG. ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.